ഭാരതത്തിന്റെ അടുത്ത സർക്കാർ ആരായിരിക്കും എന്നത് സംബന്ധിച്ച് 2024 നടക്കേണ്ട നിർണായക പരീക്ഷയുടെ മോഡൽ പരീക്ഷ നടക്കുന്ന വത്സരമാണ് 2023. ഭാരതത്തിലെ 29 സംസ്ഥാനങ്ങളിൽ 10 ഈ വർഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് ആ മോഡൽ പരീക്ഷ. ആ സംസ്ഥാനങ്ങളിൽ BJP വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ ജമ്മു കാശ്മീരിൽ ഇത് തിരഞ്ഞെടുപ്പ് വത്സരമാണെങ്കിലും തിരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് തീർച്ചയില്ല. പക്ഷേ ആ നടപടികൾ തിരഞ്ഞെടുപ്പിൽ BJP എങ്കിലും വിഷയമാക്കും. ഹിന്ദുത്വ വികാരം തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും ഗോവയും മണിപ്പൂരും കയ്യിലുള്ള BJPക്ക് ഈ 10 സംസ്ഥാനങ്ങളിലെ ലീഡ് എത്രയിടത്തുകൂടി വിജയിക്കാനാകും എന്ന ചോദ്യം സജീവമാണ്. കൈവശമുള്ള മധ്യപ്രദേശും കർണാടകയും ത്രിപുരയും നിലനിർത്താനാകുമോ? വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ കൂടെ നിർത്താനാകുമോ എന്നീ ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഹിമാചൽ ഭരിക്കുന്ന കോൺഗ്രസിന് BJPക്ക് ശക്തമായ പ്രതിരോധം ഉയർത്തുവാൻ സാധിക്കുമോ? കയ്യിലുള്ള രാജസ്ഥാനും ഛത്തീസ്ഗഡും നിലനിർത്തുകയും BJPക്കാർ MLAമാരെ കൂറുമാറ്റിച്ച് തട്ടിയെടുത്ത മധ്യപ്രദേശും കർണാടകയും തിരിച്ചു പിടിക്കാൻ ആകുമോ എന്ന ചോദ്യവും പരീക്ഷിക്കപ്പെടുന്ന വർഷം. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾക്ക് ഒപ്പം CPMനെ പുറത്താക്കി BJP പിടിച്ചടക്കിയ ത്രിപുര, കോൺഗ്രസിൽ നിന്നും MLAമാരെ പിടിച്ച് BJP വലയിലാക്കിയ കർണാടക, മധ്യപ്രദേശ്, BJPയുടെ ദേശീയ ജനാധിപത്യ സഖ്യം ഭരിക്കുന്ന മിസോറാം, നാഗാലാൻഡ്, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലും തെലുങ്കാന രാഷ്ട്രീയ സമിതി ഭരിക്കുന്ന തെലുങ്കാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കും. മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര നിയമസഭകളുടെ കാലാവധി മാർച്ചിലും കർണാടക നിയമസഭയുടെ കാലാവധി 2023 മെയ്യിലും പൂർത്തിയാകും. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മിസോറാം, രാജസ്ഥാൻ, മധ്യപ്രദേശ്, തെലുങ്കാന നിയമസഭകളുടെ കാലാവധി ഡിസംബർ, ജനുവരി മാസങ്ങളിൽ പൂർത്തിയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2024 സിക്കിം, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വലിയ മോഡൽ പരീക്ഷയായാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ വീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP ശക്തമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. മുസ്ലിം തീവ്രവാദികൾക്കെതിരെ കേരളത്തിലടക്കം നടക്കുന്ന ശക്തമായ നീക്കങ്ങൾ അവരുടെ ഹിന്ദു വോട്ട് ബാങ്കുകളെ ശക്തമായി സംയോജിപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര പകരുന്ന ആവേശം എന്തുമാത്രം വോട്ടായി മാറും എന്നും വ്യക്തമാകും. ശക്തമായ പ്രാദേശിക നേതൃത്വം ഉള്ളിടത്താണ് കോൺഗ്രസിന് വിജയിക്കുവാൻ സാധിക്കുന്നത് എന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഫലം നൽകുന്ന സൂചന. 2022 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പകർന്ന ആവേശം BJPക്കും കോൺഗ്രസിനും ഒന്നുപോലെ ആവേശം പകരുന്നുണ്ട്. ഗുജറാത്തിൽ വൻ വിജയം നേടുവാൻ BJPക്കായെങ്കിലും ഹിമാചലിൽ ഭരണം കോൺഗ്രസിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. പിടിച്ചെടുത്ത ഒരു സംസ്ഥാനം BJPയിൽ നിന്നും തിരിച്ചു പിടിക്കാനായ അപൂർവ സംഭവമാണ് ഹിമാചലിൽ നടന്നത്. BJPയിലെ വിമതരാണ് ഹിമാചലിൽ കോൺഗ്രസ് വിജയം അനായാസമാക്കിയത് എന്ന് ഒരു നിഗമനമുണ്ട്. അതുപോലെ ആം ആദ്മിയുടെ സാന്നിധ്യവും അതിരുവിട്ട അവകാശവാദങ്ങളുമാണ് ഗുജറാത്തിൽ BJPക്ക് വൻ വിജയവും കോൺഗ്രസിന് കനത്ത തിരിച്ചടിയും ഉണ്ടാക്കിയതെന്നും നിരീക്ഷിക്കപ്പെടുന്നു. 2018 കർണാടകത്തിലെ 224 അംഗ നിയമസഭയിൽ ആർക്കും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഗവർണർ വിജുഭായ് വാല BJP നേതാവ് BS യെഡിയൂരപ്പയെ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിച്ചു. എന്നാൽ ഭൂരിപക്ഷം ഉണ്ടാക്കാനാവാതെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. കോൺഗ്രസ് ജനതാദൾ സഖ്യം അധികാരത്തിൽ വന്നു. ജനതാദളിലെ കുമാരസ്വാമി മുഖ്യമന്ത്രിയായി. 14 മാസം കഴിഞ്ഞപ്പോൾ ഭരണകക്ഷിയിലെ 16 MLAമാർ മറുകണ്ഠം ചാടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ 4 സ്വതന്ത്രരും മുന്നണി വിട്ടു. BJPക്ക് 107 അംഗ പിന്തുണയായി. 3 ആഴ്ചത്തെ കലഹത്തിനൊടുവിൽ 2019 ജൂലൈ 23 കുമാരസ്വാമി രാജിവെച്ചു. ജൂലൈ 26 യെഡിയൂരപ്പ വീണ്ടും മുഖ്യമന്ത്രിയായി. പാർട്ടിയിലെ ചില പ്രശ്നങ്ങൾ മൂലം യെഡിയൂരപ്പയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. 2021 ജൂലൈ 27 മുതൽ BJPയുടെ ബസവരാജ് ബൊമ്മയാണ് BJPയുടെ മുഖ്യമന്ത്രി. കോൺഗ്രസും ജനതാദളും ഇപ്പോൾ ഒന്നിച്ചല്ല. കോൺഗ്രസിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങളും ഉണ്ട്. യെഡിയൂരപ്പയും ബൊമ്മയും തമ്മിൽ അകന്നിരിക്കുകയാണ്. BJPയുടെ ശക്തനായ നേതാവായിരുന്ന മുൻ മന്ത്രി ഗാലി ജനാർദ്ദൻ റെഡ്ഡി സ്ഥാപിച്ചിരിക്കുന്ന കല്യാണരാജ പ്രഗതി പക്ഷ എന്ന പുതിയ പാർട്ടി BJPക്ക് തലവേദന ഉണ്ടാക്കും. 2018 BJPയിൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുത്ത സംസ്ഥാനമാണ് രാജസ്ഥാൻ. 200 അംഗ നിയമസഭയിൽ 100 MLAമാരുടെ പിന്തുണയോടെ കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് 3ാം വട്ടം മുഖ്യമന്ത്രിയായി. BJPക്കുള്ളത് 73 അംഗങ്ങളാണ്. 2013 163 അംഗങ്ങൾ ഉണ്ടായിരുന്ന പാർട്ടിയാണ് BJP.
കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ടുള്ള മത്സരം നടക്കുന്ന സംസ്ഥാനമാവും രാജസ്ഥാൻ. അവിടെ ഗെലോട്ടും പൈലറ്റും തമ്മിലുള്ള തർക്കത്തിന് വെടിനിർത്തലായത് കോൺഗ്രസിന്റെ പ്രത്യാശ ശോഭനമാക്കുന്നുണ്ട്. BJPയിലും ഉണ്ട് കലാപം. സെപ്റ്റംബറിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സതീഷ് പൂനിയ പോങ്കാറിൽ നിന്നും റാംദേവ് റായിലേക്ക് നടത്തിയ പദയാത്രയിൽ പാർട്ടിയിലെ മറ്റു നേതാക്കളാരും സഹകരിച്ചില്ല. സംസ്ഥാന ജീവനക്കാർക്ക് പഴയ രീതിയിലുള്ള പെൻഷൻ പുനഃസ്ഥാപിച്ചതും ഈസ്റ്റേൺ രാജസ്ഥാൻ കനാൽ പ്രൊജക്ടിനുള്ള നീക്കങ്ങളും കോൺഗ്രസിന്റെ സാധ്യത മെച്ചമാക്കുന്നുണ്ട്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ 230 അംഗ നിയമസഭയിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ല. കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. 114 സീറ്റ് നേടി. സമാജ്വാദി പാർട്ടിയുടെ ഏക MLA-മാരുടെ പിന്തുണയോടെ മന്ത്രിസഭ ഉണ്ടാക്കി. ബഹുജൻ സമാജ് പാർട്ടിയുടെ 2 MLA-മാരും 4 സ്വതന്ത്ര MLA-മാരും കമൽനാഥിന് പിന്തുണ കൊടുത്തു. കോൺഗ്രസിലെ യുവ നേതാവായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയുമായുള്ള കലാപത്തിൽ കമൽനാഥ് വീണു. അദ്ദേഹവും 22 MLA-മാരും കോൺഗ്രസ് വിട്ടതാണ് വിഷയമായത്. 2020 മാർച്ച് മുതൽ ശിവരാജ് സിംഹ ചൗഹാനായി 4ാം വട്ടവും BJPയുടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി. തിരിച്ചുവരവിനുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് കോൺഗ്രസ് അവിടെ നടത്തുന്നത്. ജില്ലാ തലത്തിലുള്ള വചൻ പത്ര എന്ന് വിളിക്കപ്പെടുന്ന നയപ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവർ. ജൂലൈയിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ BJP വൻ വിജയം നേടിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലിൽ തന്നെ കോൺഗ്രസിനെ തോൽപ്പിച്ചു എന്നാണ് BJPക്കാർ അതോടെ അവകാശപ്പെടുന്നത്. ഛത്തീസ്ഗഡിലെ 90 അംഗ നിയമസഭയിൽ 68 സീറ്റുകളോടെയാണ് കോൺഗ്രസ് നാടുഭരിക്കുന്നത്. BJPക്കുള്ളത് വെറും 15 സീറ്റാണ്. 2008 മുതൽ 2018 വരെ ഭരിച്ച BJPയെയാണ് കോൺഗ്രസ് ദയനീയമായി തോൽപ്പിച്ചത്. BJPക്ക് വൻ വിജയം പ്രഖ്യാപിച്ച എക്സിറ്റ് പോളുകളെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ ജയിച്ചത്. 2008 മുതൽ BJPയുടെ കുത്തകയായിരുന്ന സംസ്ഥാനമാണ് കോൺഗ്രസ് തിരിച്ചുപിടിച്ചത്. ഭാനുപ്രാതപൂരിൽ അടുത്തയിടെ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയത്. 2018 ശേഷം നടന്ന 5 ഉപതെരഞ്ഞെടുപ്പുകളിലും BJP തോറ്റു നിൽക്കുകയാണ്. സെപ്റ്റംബറിൽ ബഗൽ 3 പുതിയ ജില്ലകൾ കൂടി ഉണ്ടാക്കി. വൻ വികസനത്തിന് അടിത്തറയിട്ടതും കോൺഗ്രസിന് സഹായകമായി. തെലുങ്കാനയിൽ 119 സീറ്റിൽ 88 സീറ്റുമായി K. ചന്ദ്രശേഖര റാവു മന്ത്രിസഭ ഉണ്ടാക്കി. ഭാരത രാഷ്ട്ര സമിതി എന്ന് വിളിക്കപ്പെടുന്ന തെലുങ്കാന രാഷ്ട്രസമിതിയാണ് ഭരണത്തിൽ അപ്പനും മകനും മകളും എല്ലാം അധികാരം പങ്കിടുന്നു. തെലുങ്കാന രാഷ്ട്രീയത്തിൽ BJPക്കോ കോൺഗ്രസിനോ കടന്നു ചെല്ലാനാകാതിരുന്ന കോട്ടയിൽ പക്ഷേ YSRന്റെ പുത്രി ഷർമിള വാലി തരംഗം ഉണ്ടാക്കുന്നുണ്ട്. പ്രാദേശിക പാർട്ടികളുടെ സഹകരണത്തോടെ BJP ഭരിക്കുന്ന മിസോറാം, നാഗാലാൻഡ്, മേഘാലയ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ മാറ്റം ഉണ്ടാകാനിടയില്ല. ഭാരതത്തിലെ ക്രൈസ്തവർ, പ്രത്യേകിച്ചും കത്തോലിക്കർ 2023 കാത്തിരിക്കുന്ന ഒരു നല്ല സംഭവമാണ് ഫ്രാൻസിസ് പാപ്പയുടെ ഭാരത സന്ദർശനം. ഭാരതത്തിലെ കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ പുതിയ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡിസംബർ 21 നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ഭാരത സന്ദർശനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതായി വലിയ പ്രതീക്ഷകൾ ഉയർന്നിട്ടുണ്ട്. 2023 തന്നെ ഫ്രാൻസിസ് പാപ്പയുടെ ഭാരത സന്ദർശനം നടക്കും എന്ന പ്രത്യാശയാണ് ആൻഡ്രൂസ് പിതാവ് പ്രകടിപ്പിച്ചത്. മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം സംബന്ധിച്ച് തന്റെ മുൻഗാമിയായിരുന്ന കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് നടത്തിയ അഭ്യർത്ഥന താനും പ്രധാനമന്ത്രിയോട് ആവർത്തിച്ചു എന്നും മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം എത്രയും വേഗം നടത്തുവാൻ പ്രധാനമന്ത്രി ഏറെ താൽപര്യം പ്രകടിപ്പിച്ചു എന്നും താഴത്ത് പിതാവ് പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തി. പുതിയ CBCI അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ നീക്കങ്ങൾക്ക് സാധിച്ചാൽ അത് ചരിത്ര സംഭവമാകും. അതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ ഏറെയുണ്ട്. 2021 ഒക്ടോബർ 31 മാർപ്പാപ്പയെ വത്തിക്കാനിൽ സന്ദർശിച്ചപ്പോൾ നേരിട്ട് നടത്തിയ ക്ഷണം ആവർത്തിച്ചുകൊണ്ട് വീണ്ടും പാപ്പയ്ക്ക് കത്തയക്കാമെന്നും പ്രധാനമന്ത്രി മോദി സമ്മതിച്ചതായി പിതാവ് വെളിപ്പെടുത്തി. 2017 ദക്ഷിണേഷ്യ സന്ദർശനത്തിന്റെ ഭാഗമായി ഭാരതത്തിലും സന്ദർശനം നടത്തുവാൻ ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിച്ചെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും നടന്നില്ല. ഭാരതത്തിലെ ക്രൈസ്തവ നേതൃത്വം അതിനായി പരിശ്രമിച്ചത് ഫലമണിഞ്ഞില്ല. 1964 ഒരു മാർപ്പാപ്പ ആദ്യമായി ഇന്ത്യ സന്ദർശിക്കുന്നത്. മുംബൈയിൽ നടന്ന 38ാമത് അന്തർദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ സംബന്ധിക്കുന്നതിന് എത്തിയ പോൾ 6 മാർപ്പാപ്പ ഡിസംബർ 2 മുതൽ 5 വരെ മുംബൈയിൽ താമസിക്കുകയും ദിവ്യകാരുണ്യ കോൺഗ്രസിലും മറ്റു പരിപാടികളിലും സംബന്ധിക്കുകയും ചെയ്തു. രാഷ്ട്രപതി S. രാധാകൃഷ്ണനും പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും മാർപ്പാപ്പയെ സ്വീകരിക്കുവാൻ ബോംബെയിലെത്തി. 1986 ഭാരതം സന്ദർശിച്ച ജോൺ പോൾ II
ഭാരതത്തിലാകെ സന്ദർശനം നടത്തിയാണ് മടങ്ങിയത്. ഡൽഹിയിലും ബോംബെയിലും കൽക്കട്ടയിലും കേരളവും എല്ലാം അദ്ദേഹം സന്ദർശിച്ചു. രാജീവ് ഗാന്ധിയായിരുന്നു അന്ന് പ്രധാനമന്ത്രി. 1984 ഭാരതത്തിൽ നടക്കാനിരുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം ഉറപ്പാക്കുവാനും അതിലൂടെ ക്രൈസ്തവരുടെ പിന്തുണ ഉറപ്പാക്കാനും ഇന്ദിരാഗാന്ധി ആലോചിച്ചിരുന്നു. ഇതേക്കുറിച്ച് 1983 അവരെ സന്ദർശിച്ച കേരള കോൺഗ്രസ് നേതാക്കളോട് അവർ വെളിപ്പെടുത്തുകയും ചെയ്തു. നേതാക്കളോട് അവർ ഉറപ്പിച്ചു പറഞ്ഞ വാർത്ത ദീപികയിൽ KC സെബാസ്റ്റ്യന്റെ വലിയ സ്കൂപ്പായി പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ നിറവേറുന്നതിന് മുൻപ് അവർ വധിക്കപ്പെട്ടു. പിൻഗാമിയായി വന്ന രാജീവ് ഗാന്ധി 1986 വലിയ ആദരവോടെ ആ സന്ദർശനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. 1999 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പ അനാരോഗ്യം മറന്ന് ഡൽഹിയിലെത്തി പരിപാടികളിൽ സംബന്ധിച്ചു. 2000 പ്രധാനമന്ത്രി വാജ്പേയി വത്തിക്കാനിലെത്തി പാപ്പയെ സന്ദർശിച്ചു. 2014 മോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനത്തിന് തടസ്സങ്ങളായി. 2017 പാപ്പ ബംഗ്ലാദേശും ഇന്തോനേഷ്യയും സന്ദർശിച്ച കൂട്ടത്തിൽ ഭാരതത്തിലും വരാനുള്ള നീക്കം നടന്നില്ല. 2021 ഒക്ടോബറിൽ റോമിൽ നടന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ റോമിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് പാപ്പയുമായി 55 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി. ഊഷ്മളമായ ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ട്വിറ്ററിൽ കുറിക്കുമ്പോൾ ഭാരതം സന്ദർശിക്കുവാൻ താൻ പാപ്പയെ ക്ഷണിച്ച കാര്യം പ്രധാനമന്ത്രി വെളിപ്പെടുത്തി. 2021 ഡിസംബർ 19 ഗോവയുടെ മോചനത്തിന്റെ 60ാം വാർഷികത്തിന് ഗോവയിലെത്തിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ അന്നത്തെ CBCI അധ്യക്ഷൻ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് പാപ്പയുടെ സന്ദർശനത്തിനുള്ള തടസ്സങ്ങൾ നീക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രിയോട് അടുപ്പമുള്ള ഗോവയിലെ ഗവർണർ PS ശ്രീധരൻ പിള്ള, ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്, കേന്ദ്രമന്ത്രിമാരായ V മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനത്തെ ശക്തമായി പിന്താങ്ങുന്നതായാണ് വാർത്ത. ഗോവയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർ ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം നിൽക്കുന്നതും മറ്റിടങ്ങളിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂട്ടാനുള്ള ആഗ്രഹവും പ്രധാനമന്ത്രിക്ക് പ്രേരണയാവും. G20 അധ്യക്ഷനായതോടെ ആഗോള നേതാവായി മാറിയ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടിയാവും ആ സന്ദർശനം. ഭാരത സർക്കാരും BJPയും പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു വർഗീയ ഫാസിസ്റ്റ് സംവിധാനം അല്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ നല്ല അവസരം കൂടിയാവും ഇത്തരം ഒരു സന്ദർശനം. CBCI പുതിയ അധ്യക്ഷനായ ആൻഡ്രൂസ് താഴത്ത് പിതാവിന് ചരിത്രത്തിൽ പ്രത്യേക ഇടം കൊടുക്കുന്നതുമാവും ഈ സംഭവം. മുസ്ലിം തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ കേരളത്തിലെ മിക്കവാറും നേതാക്കളുടെ വീടുകളിലെല്ലാം ഡിസംബർ 29 പുലർച്ചെ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയായ NIA മിന്നൽ റെയ്ഡ് നടത്തി. സംഘടന നിരോധിക്കപ്പെട്ടതിന് ശേഷവും പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതിന്റെ വെളിച്ചത്തിലാണ് 56 ഇടങ്ങളിൽ NIA റെയ്ഡ് നടത്തിയത്. തീവ്രവാദികളുടെ ഒരു രഹസ്യ വിഭാഗം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ കേരളത്തിലുള്ള അന്യ സമൂഹങ്ങളിൽപ്പെട്ട പ്രമുഖ നേതാക്കളുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ NIA വെളിപ്പെടുത്തിയിരുന്നു. എറണാകുളത്ത് നടന്ന തീവ്രവാദികളുടെ യോഗത്തിൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പുറത്തുവരുന്ന വിവരങ്ങൾ ഏറെ ഭീതിപ്പെടുത്തുന്നതാണ്. 2022 സെപ്റ്റംബറിൽ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡ്. 3 മാസമായി കേസ് അന്വേഷിക്കുന്ന NIA വീണ്ടും 3 മാസം കൂടി വേണം എന്ന് കോടതിയെ ഈയിടെ ബോധ്യപ്പെടുത്തിയിരുന്നു. ആ വാദം അംഗീകരിച്ച് കസ്റ്റഡിയിൽ ഉള്ളവരുടെ കാലാവധി 180 ദിവസമായി ഉയർത്തി. തീവ്രവാദ പ്രവർത്തനം തുടരുന്നത് സംബന്ധിച്ച നല്ല തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നും കൂടുതൽ തെളിവുകൾ തേടുകയാണെന്നും അവർ സൂചിപ്പിച്ചിരുന്നു. IS പോലുള്ള അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ഈ തീവ്രവാദികൾക്ക് ബന്ധങ്ങൾ ഉണ്ടെന്നും പോലീസ് കരുതുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഡിസംബർ 29 പുലർച്ചെ വീണ്ടും വ്യാപകമായ റെയ്ഡ് നടത്തിയത്. പോപ്പുലർ ഫ്രണ്ടിന് സാമ്പത്തിക സഹായം കൊടുത്തവരെയും അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തവരെയും ആണ് പോലീസ് തെരഞ്ഞത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് റെയ്ഡ് നടത്തുന്നത്. കേരള പോലീസിന്റെ സഹായവും തേടി. ഗൾഫിൽ നിന്നാണ് ഇവർക്ക് പണം വരുന്നതെന്നും 100 വ്യത്യസ്ത അക്കൗണ്ടുകളിലൂടെയാണ് പണം വരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളത്തും ആലപ്പുഴയിലും കൊല്ലത്തും മലപ്പുറത്തും പത്തനംതിട്ടയിലും വയനാട്ടിലും തിരുവനന്തപുരത്തും റെയ്ഡ് നടന്നു. ആലപ്പുഴയിൽ ചിന്തൂർ, വണ്ടാനം, വിയാപുരം, ഓച്ചിറ എന്നിവിടങ്ങളിലും. കൊച്ചിയിൽ ആലുവ കേന്ദ്രീകരിച്ച് 12 ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത്.
ആലുവ, എടവനക്കാട്, വൈപ്പിൻ പ്രദേശങ്ങളിൽ റെയ്ഡ് നടന്നു. കുഞ്ഞുണ്ണിക്കരയിലെ മുഹസിൻഡ, ഫായിസ് എന്നിവരുടെ വീടുകളിലും വിവിധ കേന്ദ്രങ്ങളിലും റെയ്ഡ് നടന്നു. വയനാട്ടിൽ മാനന്തവാടി, താഴങ്ങാടി, പീച്ചങ്ങോട്, തരുവണ, കമ്പളങ്ങാട്, ബത്തേരി എന്നിവിടങ്ങളിൽ റെയ്ഡ് നടന്നു. പത്തനംതിട്ടയിൽ നിന്നും മുൻ മേഖലാ സെക്രട്ടറി മുഹമ്മദ് റഷീദ് റെയ്ഡിന് തൊട്ടുമുൻപ് സ്ഥലം വിട്ടതോടെ വാർത്ത ചോർന്നതായി സംശയം ഉയർന്നിട്ടുണ്ട്. കേരളം തീവ്രവാദികളുടെ വിഹാരഭൂമിയായി മാറുന്നത് സംബന്ധിച്ച് ഭീതി ഓരോ ദിവസവും ശക്തമാവുകയാണ്. മുൻ DGPമാരായിരുന്ന ജേക്കബ് പുന്നൂസും ലോക്നാഥ് ബെഹ്റയും സെൻകുമാറും ഈ സൂചനകൾ നൽകിയെങ്കിലും ആരോപണങ്ങളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. ദേശീയ അന്വേഷണ ഏജൻസിക്ക് വല്ലാത്ത തലവേദനയാവുകയാണ് കേരളം. കേരളം പോലെയാകുമോ എന്ന ചോദ്യം അന്യസംസ്ഥാനങ്ങളിലെ BJP നേതാക്കൾക്ക് ചോദിക്കത്തക്ക വിധം ദയനീയമാവുകയാണ് ഇവിടുത്തെ അവസ്ഥ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ, മുൻ മന്ത്രിമാരായിരുന്ന AP അനിൽകുമാർ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ, അബ്ദുള്ളക്കുട്ടി എന്നിവർക്കെതിരെ സോളാർ നായിക കൊടുത്ത പീഡന പരാതികളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ട് CBI എല്ലാ കുറ്റാരോപിതരെയും കുറ്റവിമുക്തരാക്കി. കുറ്റാരോപിതരുടെയെല്ലാം പൊതുജീവിതത്തെ മാത്രമല്ല കുടുംബജീവിതത്തെയും കുടുംബാംഗങ്ങളുടെ ജീവിതത്തെയും വല്ലാതെ വേട്ടയാടിയ ഹീനമായ രാഷ്ട്രീയ തന്ത്രത്തിനാണ് ഇതോടെ തിരശീല വീഴുന്നത്. കുറെ പേരെ വല്ലാതെ അപമാനിക്കാനായി എന്നത് നേരാവും. പക്ഷേ വെട്ടിപ്പിടിക്കാം എന്ന് കരുതിയതെല്ലാം നഷ്ടപ്പെട്ടില്ലേ? അതുമാത്രമോ, ഒന്നാം നമ്പറിൽ കയറേണ്ടവൻ സ്റ്റേറ്റ് വണ്ടി പോലും ഇല്ലാത്തവനായില്ലേ? ആരോപണ വിധേയരോട് ഇന്ന് സഹതാപമെങ്കിലും തോന്നുന്നു. അബ്ദുള്ളക്കുട്ടിയുടെ ഹൃദയസ്പർശിയായ ഫേസ്ബുക്ക് പോസ്റ്റ് ആരെയാണ് വേദനിപ്പിക്കാത്തത്? ബാപ്പയെക്കുറിച്ചുള്ള വല്ലാത്ത വാർത്ത കേട്ട് മകൾ ആദ്യം പറഞ്ഞത് ഇനി സ്കൂളിൽ പോകില്ലെന്നാണ്. അവസാനം മലയാള വാർത്തകൾ ഇല്ലാത്ത ഒരിടമാണെങ്കിൽ പോകാമെന്നായി. അങ്ങനെ അവർ മംഗലാപുരത്തേക്ക് ഒളിച്ചോടി. ആരോപണ വിധേയനായ വേറൊരു നേതാവിന്റെ മകൻ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥി അക്കാലത്ത് ആത്മഹത്യ ചെയ്തതും കൂട്ടി വായിക്കണം. ഏതു ഗംഗയിൽ കുളിച്ചാൽ തീരും ഈ പാപങ്ങൾ? 2014 ഉമ്മൻചാണ്ടി സർക്കാരിന് തുടർഭരണം കിട്ടാതിരിക്കത്തക്ക വിധം സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രതിച്ഛായ നഷ്ടമാക്കിയ സംഭവമായിരുന്നു ബാർക്കോഴ കേസും സോളാർ വിവാദവും. ബാർക്കോഴ കേസിൽ കേരളത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ ധനകാര്യമന്ത്രി KM മാണിയുടെ ചോരയ്ക്കായി ആരംഭിച്ച മുറവിളികളാണ് പിന്നീട് സോളാർ വിവാദമായി കത്തി ഉയർന്നത്. അരനൂറ്റാണ്ടിലേറെ കേരളത്തിലെ പൊതുജീവിതത്തിൽ നിറഞ്ഞുനിന്ന KM മാണി എന്ന മഹാമനുഷ്യരെ നിയമസഭയ്ക്കകത്തും പുറത്തുമിട്ട് തട്ടിക്കളിക്കത്തക്ക വിധം കേവലം 1 കോടി രൂപയുടെ അഴിമതി ആരോപണം പ്രതിപക്ഷത്തിന് ഇട്ടുകൊടുത്തത് ആരായിരുന്നു? കുടം തുറന്നുവിട്ട ഭൂതത്തെ പോലെ അത് മുന്നണിയെ ആകെ മുക്കുവാൻ ഇടയാക്കിയത് പ്രതിപക്ഷം മാത്രമാണോ? കുറ്റക്കാർ സോളാർ കേസിൽ കുറ്റവിമുക്തരാക്കപ്പെട്ട അടൂർ പ്രകാശിന്റെ മകന്റെ ഭാര്യയുടെ അപ്പനായിരുന്നു മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ച ബാർ മുതലാളി. മാണിയോട് ശത്രുതയോടെ നോക്കുന്നു എന്ന് കരുതിയ ഉദ്യോഗസ്ഥനായി കേസ് അന്വേഷണം. കേസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് അമേരിക്കയിൽ നിന്നും പറന്നു വന്ന് അതിന് കാരണം പറഞ്ഞ ലളിതകുമാരി കേസ് പിന്നീട് ഒരു വിഷയത്തിലും ഇവിടെ കാരണമായി വന്നില്ല. അദ്ദേഹം മാണിയെ കടിച്ചു കീറിക്കൊണ്ടിരുന്ന കാലത്തായിരുന്നു ആ വിവാഹം. കോൺഗ്രസിലെ എല്ലാ നേതാക്കളും അവിടെ ഹാജരായിരുന്നു. വിജിലൻസിലേക്ക് ആഭ്യന്തരമന്ത്രി സ്നേഹത്തോടെ കൊണ്ടുവന്ന ADGP തന്റെ അന്വേഷണ പരിധിയില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നു. പാലായിൽ ചെന്ന് മാണിയെ അറസ്റ്റ് ചെയ്യുമെന്ന് അടുപ്പക്കാരോട് പറയുന്നു. അങ്ങനെ വല്ലാതെ വിലസിയ അദ്ദേഹം ആർക്കും വേണ്ടാത്തവനായി വാക്കത്തിയും മഴവും വിൽക്കുന്ന കമ്പനി നോക്കുന്ന DGPയായി റിട്ടയർ ചെയ്തതും ചരിത്രം. മാണിക്കെതിരെ വെച്ച കെണിയിൽ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ബാബുവും വീണ് പിടയുന്നത് കണ്ടപ്പോൾ ഊറിച്ചിരിച്ചവർ കൂടുതലും കോൺഗ്രസുകാരായിരുന്നില്ലേ? ഉമ്മൻചാണ്ടിയെ വീഴ്ച ചിലർക്ക് മുഖ്യമന്ത്രി ആകുവാൻ മാണി കൂട്ടുനിൽക്കാത്തതായിരുന്നില്ലേ വിഷയം? മാണിക്ക് പാർട്ടിക്കാരിൽ നിന്നും കിട്ടിയില്ല പൂർണ്ണ പിന്തുണ. അരനൂറ്റാണ്ടായി ജനാധിപത്യ മുന്നണിയുടെ നെടുംതൂണായി നിന്ന മാണിക്ക് മുഖ്യമന്ത്രി ആകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. എന്തുകൊണ്ട് CH കൊടുത്തതുപോലെ ആ പദവി കുറെ കാലത്തേക്ക് കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കുവാൻ കോൺഗ്രസിനായില്ല? ഇടതുപക്ഷം കൊടുത്തേക്കും എന്ന് വന്നപ്പോൾ ഹീനമായി അദ്ദേഹത്തെ വെട്ടി. പൊതുജീവിതത്തിൽ അദ്ദേഹം ഏറെ തളർന്ന കാലമായിരുന്നു അത്. ആ ശാപം ജനാധിപത്യ മുന്നണിക്ക് എളുപ്പം പരിഹാരം ചെയ്യാവുന്നതാവില്ല. അടുത്ത വിവാദം വന്നപ്പോൾ പ്രതിപക്ഷം മുതലാക്കി എന്നത് വാസ്തവമാണ്. എന്തായിരുന്നു കേരളത്തിലുടനീളം പ്രതിപക്ഷം സ്ഥാപിച്ച കട്ടൗട്ടുകൾ? ഇപ്പോൾ വിവാദ നായകനായിരിക്കുന്ന EP ജയരാജൻ 10 കോടി രൂപ തനിക്ക് വാഗ്ദാനം ചെയ്തു എന്ന് വിവാദ നായിക പറഞ്ഞത് ആരാണ് മറന്നത്? ഉമ്മൻചാണ്ടി വീഴുമെന്ന് കരുതി കോൺഗ്രസുകാർ തന്നെ ഊതിക്കൊടുത്തില്ലേ? അദ്ദേഹത്തിന് UN അവാർഡ് ലഭിച്ച അന്ന് തന്നെ
അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്ത വാർത്ത ഉണ്ടാക്കി ആ അവാർഡിലെ തിളക്കം കളഞ്ഞത് കോൺഗ്രസുകാർ തന്നെയല്ലേ? ഉമ്മൻചാണ്ടിയെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ കൈലിയും ധരിച്ചു കണ്ടു എന്നുവരെ ചിലർ പറഞ്ഞില്ലേ? അദ്ദേഹത്തെ ആ ഓഫീസിൽ വെച്ച് വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അങ്ങനെ. അതുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞ ആൾ കണ്ടില്ല എന്ന് പറയാനാവില്ലല്ലോ. അവസാനം അദ്ദേഹത്തിനും കിട്ടിയില്ലേ അവരുടെ കയ്യിൽ നിന്നും? അദ്ദേഹത്തിനെതിരെയും അവർ പീഡന പരാതി തന്നെ കൊടുത്തു. ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ ആർക്കും ഏതവസരത്തിലും ആർക്കും കയറി ചെല്ലാമായിരുന്നു. കുറെ കൂടി കർശനമാക്കണമെന്ന് അദ്ദേഹത്തോട് വളരെ അടുപ്പമുള്ളവർ വരെ ഉപദേശിച്ചിരുന്നു. പരാതിക്കാരിയുടെ മുൻ ഭർത്താവ് ഒരു മാധ്യമ പ്രവർത്തകനൊപ്പം ഒരു കോൺഗ്രസ് നേതാവിന്റെ ശുപാർശ പ്രകാരം ഉമ്മൻചാണ്ടിയെ കണ്ട് ചില രഹസ്യങ്ങൾ പറഞ്ഞു. ആ രഹസ്യം വേറെ ചിലരെ കുറിച്ചുള്ളതായിരുന്നു. തന്റെ ശത്രുപക്ഷത്ത് നിന്ന് തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന നേതാവിനെ കുറിച്ചുള്ള ആക്ഷേപമായിട്ടും അദ്ദേഹം എല്ലാം രഹസ്യമായി സൂക്ഷിച്ചു. കല്ലേറുകൊണ്ടു. ഇന്ന് രോഗിയും അവശനുമാണ് അദ്ദേഹം. കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് പോസ്റ്ററിൽ നിന്ന് പോലും അദ്ദേഹത്തിന്റെ ചിത്രം ഒഴിവാക്കപ്പെടുന്ന സ്ഥിതിയായി. ഇപ്പോഴെങ്കിലും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് അന്വേഷണ റിപ്പോർട്ടായല്ലോ. ബാർക്കോഴ കേസിൽ ഇങ്ങനെ കൊടുത്ത റിപ്പോർട്ട് കോടതി അംഗീകരിക്കാത്ത സംഭവം ഉണ്ടായി. അവസാനം മാണിയെ കുറ്റവിമുക്തനാക്കി വിധി വന്നത് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ച അന്നാണ്. എല്ലാവരും മത്സരിച്ച് അദ്ദേഹത്തെ പുകഴ്ത്തുന്നത് അദ്ദേഹം കേട്ടില്ലല്ലോ. ഉമ്മൻചാണ്ടി കുറെ കൂടി ഭാഗ്യവാനാണ്. അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് CBI തന്നെ പറയുന്നത് കേൾക്കാൻ ഭാഗ്യം ഉണ്ടായല്ലോ. ചങ്കുപൊട്ടിക്കൊണ്ട് ചിരിക്കുന്നവർ ഇപ്പോഴും ഉണ്ടാകും. ജീവിതം സുഖിക്കാനുള്ളത് കൂടിയാണെന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുന്ന ആളാണ് EP ജയരാജൻ എന്ന് ആർക്കാണ് സംശയം? പണ്ടും അദ്ദേഹം ഇങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. മന്ത്രിയായിരുന്നപ്പോൾ ചേച്ചിയുടെ മകന് നിയമനം കൊടുത്തു. അത് വലിയ കുറ്റമാക്കിയപ്പോൾ രാജിവെച്ചു. അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നപ്പോൾ വേറെ പല നേതാക്കളുടെ മക്കളുടെയും ബന്ധുക്കളുടെയും കഥകൾ പൊന്തി വന്നു. ആനത്തലവട്ടം ആനന്ദൻ, കോലിയക്കോട് കൃഷ്ണൻ നായർ തുടങ്ങിയ ആദർശക്കാരുടെ മക്കളും മരുമക്കളുമൊക്കെ ജോലിയിൽ കയറിയ കഥകൾ. MM മണിയുടെ മരുമകൻ നയിക്കുന്ന സൊസൈറ്റിക്ക് വൈദ്യുതി ബോർഡിന്റെ സ്ഥലം പാട്ടത്തിന് കൊടുത്ത കഥകൾ വേറെയുമുണ്ട്. ജയരാജന്റെ മകന്റെയും ഭാര്യയുടെയും വ്യവസായം വിഷയമാക്കുന്നവർ എന്തേ വീണ പിണറായിയുടെ നേട്ടങ്ങളുടെ പേരിൽ ശുദ്ധീകരണം ആവശ്യപ്പെടുന്നില്ല? ചോദ്യങ്ങൾ ഉയരാനിരിക്കുന്നതേയുള്ളൂ. സ്വപ്ന സുരേഷിന്റെ ആരോപണം വന്നപ്പോൾ ED വരുന്നു എന്ന് കരുതിയ കാലത്ത്, കോവിഡ് കാലത്ത് ജയരാജന്റെ ഭാര്യ ബാങ്കിലെ ലോക്കർ തുറന്നതും സാധനങ്ങൾ എടുത്തതും വിവാദമായിരുന്നു. EP മിടുക്കനാണ്. പഴയകാല സഹപ്രവർത്തകനും ഇപ്പോൾ CMP നേതാവുമായ CP ജോൺ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ കട്ടൻ കാപ്പിയും പരിപ്പുവടയും കുടിച്ച് പാർട്ടി പ്രവർത്തനം നടത്തിയ സഖാവായിരുന്നു അദ്ദേഹം. 1980 DYFI രൂപീകരിച്ചപ്പോൾ അതിന്റെ സ്ഥാപക അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ഏൽപ്പിച്ച പദവികളെല്ലാം അദ്ദേഹം വിശ്വസ്തയോടെ വഹിച്ചു. പണമുണ്ടാക്കി. അതിന് സാധിക്കുന്ന ബന്ധങ്ങളുണ്ടാക്കി. ദേശാഭിമാനി ജനറൽ മാനേജർ ആയിരുന്നപ്പോൾ പത്രത്തിന് വൻ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി. ലോട്ടറി തട്ടിപ്പു കേസിലെ പ്രതിയായ സാന്റിയാഗോ മാർട്ടിൻ പരസ്യത്തിന്റെ തുകയായി കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹം ജനറൽ മാനേജർ ആയിരിക്കെ ദേശാഭിമാനിക്ക് മുൻകൂറായി കൊടുത്തത് അക്കാലത്ത് വിവാദമായിരുന്നു. ചാക്ക് രാധാകൃഷ്ണനും ജയരാജനും തമ്മിലുള്ള ബന്ധവും പാർട്ടിക്ക് ഗുണം ചെയ്തു. അനഭിമതൻ എന്ന് മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ചിത്രീകരിച്ച മുതലാളിയാണ് പാർട്ടി പരിപാടിക്ക് അഭിവാദനവുമായി പിറ്റേന്ന് ദേശാഭിമാനിയുടെ ഒന്നാം പുറത്ത് നിറഞ്ഞത്. എല്ലാം ജയരാജന്റെ നേട്ടങ്ങളായിരുന്നു. GST നികുതി സംബന്ധിച്ച് EP ധനമന്ത്രി തോമസ് ഐസക്കിന് പകരം കച്ചവടക്കാരുടെ കൂടെയായിരുന്നു. കച്ചവടക്കാരുടെ ഇടത് സംഘടനയുടെ നേതാവും EP ആയിരുന്നു. സാധാരണ കുടുംബത്തിൽ നിന്നും വന്നവനാണ് ജയരാജൻ. EMSനെയോ നായനാരെയോ AKGയെയോ രവീന്ദ്രനാഥിനെയോ പോലെ ഉള്ളവനല്ല. പാർട്ടി സഹായത്തോടെ വീട് പോലും പണിതവരുടെ തലമുറയിൽപ്പെട്ടവൻ. ജയരാജന്റെ വീട് നിർമ്മാണത്തെക്കുറിച്ച് പല കഥകളും ഉണ്ടായി. അന്ന് EPയുടെ സ്വന്തമായിരുന്ന VS 25 ലക്ഷം ഇല്ലാതെ വീട് തീരുമോ എന്ന് ചോദിച്ചത് പലരും അത്ഭുതത്തോടെയാണ് കേട്ടത്. ജീവിത സൗകര്യങ്ങൾ ഭദ്രമാക്കുവാൻ വീടോ കാറോ പോരെന്ന് മനസ്സിലായവർ വ്യവസായത്തിലേക്ക് കടന്നു. അതാണ് EPയും ചെയ്തത്. ഇതിന്റെ പേര് ജയരാജൻ സിൻഡ്രം എന്നാണെങ്കിൽ അത് CPMലെ എല്ലാവരിലുമുണ്ട്, കുട്ടി സഖാക്കളിൽ പോലും. പാർട്ടി പദവി ഈ പണസമ്പാദനത്തിന് വലിയ മറയാണ്. ഇടതുമുന്നണി കൺവീനറായ ജയരാജൻ കോടിയേരി മരിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടറി സ്ഥാനവും പോളിറ്റ് ബ്യൂറോ അംഗത്വവും പ്രതീക്ഷിച്ചു. എന്നാൽ കിട്ടിയത് ഗോവിന്ദൻ മാസ്റ്റർക്കാണ്. 1980 ജയരാജന്റെ ഏറെ താഴെയായിരുന്നു ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗോവിന്ദനേക്കാൾ എത്രയോ മുൻപ് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലെത്തി. വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ്
കോൺഗ്രസുകാരെ ഇടിച്ചിട്ട് വിധേയത്വം പ്രകടിപ്പിച്ചു. ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർ. എന്നിട്ടും അദ്ദേഹത്തിന് പകരം വളരെ താഴെയുള്ള ഗോവിന്ദനെ പിണറായി പാർട്ടി സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമാക്കി. അദ്ദേഹം അമർഷം ഒളിച്ചുവെച്ചില്ല. പാർട്ടി വേദികളിൽ നിന്നും വിട്ടുനിന്നു. യെച്ചൂരി പങ്കെടുത്ത രാജ്ഭവൻ മാർച്ചിൽ പോലും വന്നില്ല. അവസരം പി ജയരാജൻ ശരിക്കും ഉപയോഗിച്ചു. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇപിക്കെതിരെ ആഞ്ഞടിച്ചു. നടപടികൾ നിയന്ത്രിച്ചിരുന്ന തോമസ് ഐസക്കോ മുഖ്യമന്ത്രിയോ തടഞ്ഞില്ല. ജയരാജൻ പറഞ്ഞതെല്ലാം പുറത്തു വന്നു. പറയാത്ത വിവരങ്ങളും പുറത്തുവരുന്നു. വൈദേകം റിസോർട്ടിൽ ജയരാജന്റെ ഭാര്യയ്ക്കും മകനും 15% ഷെയറുണ്ട്. പലരും ചോദിക്കാതെ പലരായി അവിടെ 8 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇടതുമുന്നണി കൺവീനർമാരുടെ ചരിത്രവും വലിയ ദുരന്തത്തിന്റെ കഥയാണ്. 1967 ശബ്ദമുന്നണി കൺവീനറായിരുന്ന അഴീക്കോടൻ രാഘവൻ 1972 തൃശൂരിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തപ്പെട്ടു. പാർട്ടിയിലെ വഴക്കായിരുന്നു യഥാർത്ഥ കാരണം എന്നും ഒരു ഭാഷ്യമുണ്ട്. പിന്നീട് വന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ MP വീരേന്ദ്രകുമാർ അപമാനിതനായി പടിയിറങ്ങി. 1979 വന്ന PV കുഞ്ഞിക്കണ്ണൻ 1986 ബദൽ രേഖ വിവാദത്തിൽ പുറത്തായി. ജീവിതാവസാനം വരെ വല്ലാതെ കഷ്ടപ്പെട്ടു. മരുന്നു കച്ചവടമായിരുന്നു ജീവിതമാർഗം. 1986 വന്ന MM ലോറൻസും പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട മട്ടിൽ ഇല്ലാതായി. രക്ഷപ്പെട്ടത് A വിജയരാഘവൻ മാത്രം. അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലും എത്തി. ഭാര്യ മന്ത്രിയുമായി. തുടർന്ന് വന്ന EP പഴയ കൺവീനർമാരുടെ ദുര്യോഗത്തിലേക്കാവുമോ പോകുന്നത്? 1950 ജനിച്ച അദ്ദേഹത്തിന് 2025 75 വയസ്സാകും. പാർട്ടിയുടെ നിയമമനുസരിച്ച് ഇനി പദവികളില്ല. 2024 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചാൽ 29 വരെ തുടരാം. എല്ലാം അവസാനിക്കുമോ എന്നാണ് ഇപ്പോഴത്തെ ഭയം. ഭാരതത്തിലെ കോടതികളിൽ 5 കോടിയിലധികം കേസുകൾ കെട്ടിക്കിടക്കുന്നതായി കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു പരാതിപ്പെടുന്നു. ലോകത്തിലെ പല രാജ്യത്തും 5 കോടി ജനങ്ങൾ പോലും ഇല്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഭാരതം വ്യത്യസ്തമാണ്. ഒരു ജഡ്ജി 50 കേസ് തീർക്കുമ്പോൾ 100 കേസാണ് പുതുതായി വരുന്നത്. നീതി വൈകുന്നത് നീതി നിഷേധം തന്നെയാണെന്നാണല്ലോ പണ്ഡിത മതം. സർക്കാർ സാധ്യമായതെല്ലാം ചെയ്തിട്ടും കോടതികളിലെ കുടിശ്ശികകൾ പെരുകുകയാണ്. കേസുകൾ തീർക്കുവാൻ കോടതിയുടെ ഭാഗത്തു നിന്നും കൂടുതൽ തീവ്രമായ നീക്കങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. കൂടുതൽ ജഡ്ജിമാർ വേണ്ടിവരുമായിരിക്കും. പക്ഷേ ഒന്നുണ്ട്, നമ്മുടെ കോടതികൾക്ക് ഇത്തിരി കൂടി സമയം ജോലി ചെയ്തുകൂടെ? എല്ലാ പൊതു അവധികൾക്കും പുറമെ മധ്യവേനൽ അവധിയും ഓണം, ക്രിസ്മസ് അവധികളും വേണ്ടതുണ്ടോ? കോടതികൾ തന്നെ തീരുമാനിക്കണം. നികുതി പണം പറ്റുന്നവർ നീതിപൂർവമായ ജോലിയും ചെയ്യണം. അതല്ലേ നീതി? എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ 2022 ഡിസംബർ 23, 24 തീയതികളിൽ നടന്ന സംഭവങ്ങൾ വേറെ ആരെങ്കിലും ആയിരുന്നു ചെയ്തത് എങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ പ്രതികരണം? അച്ഛന്മാർ ചെയ്തപ്പോൾ എന്തേ ശക്തമായി പ്രതിഷേധിക്കുന്നില്ല? നടപടികളില്ല, പോലീസ് കേസില്ല, പരിഹാര പ്രദക്ഷിണമില്ല. അപൂർവം ചിലർ മാത്രം, അതും ഭക്തരായ അൽമായർ മാത്രം പ്രതികരിക്കുന്നു. ലജ്ജാകരം ഈ മൗനം. ഇനി എവിടെയെങ്കിലും വിശുദ്ധ കുർബാന ആക്രമിക്കപ്പെട്ടാൽ നാം എങ്ങനെ നാവുയർത്തും? ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.